നമ്മൾ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നതാണ് ഇത്ര കഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പം അത് ചില യൂട്യൂബിൻ്റെ കുറച്ച് റൂൾസ് കാരണം നമുക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി വീണ്ടും നമ്മളുടെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാനൽ ഡിലീറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് യൂട്യൂബിൻ്റെ റൂൾസ് വരുന്നത്. അപ്പം ഓൾറെഡി നമുക്ക് 2 സ്ട്രൈക്ക് കിട്ടി. അപ്പം ഇനി ഒരു സ്ട്രൈക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ആ സ്ട്രൈക്ക് എപ്പോഴാണ് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സ്ട്രൈക്ക് വരുന്നുണ്ടല്ലോ, ഈ സ്ട്രൈക്ക് വരുന്നത് നമുക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും. പക്ഷെ അത് നമുക്കൊരു 3 മാസം സമയമെടുക്കും ആ സ്ട്രൈക്കെല്ലാം റിമൂവ് ആയി കിട്ടാൻ. അപ്പം നമുക്ക് ടോട്ടലി ഇപ്പോൾ 2 സ്ട്രൈക്ക് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രൈക്കും കൂടി കിട്ടി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇട്ടാൽ പോലും ഇവർ ചുമ്മാ സ്ട്രൈക്ക് തരികയാണ്. എന്താ പ്രശ്നം എന്നറിയില്ല. ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെയാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ഈ ഒരു ചാനൽ വഴി മാത്രം വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ടെലിഗ്രാം ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. കാരണം നമ്മൾ ഇവിടെ വീഡിയോസ് ഇടുന്നില്ലെങ്കിൽ പോലും അവിടെ നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള, അതായത് നമ്മൾ വീഡിയോസ് ഇടാതെ പുതിയത് വരുന്നതൊക്കെ നമ്മളത് ഇടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തേക്കുക എന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് 3 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിറഞ്ഞു, ഇനി 2 വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇനിയും വാട്സപ്പ് ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം. കാരണം നമുക്ക് നല്ലൊരു വലിയ കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട് വരികയാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇനിയും വീഡിയോസ് ഇടുക എന്നുള്ളത്. പക്ഷേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാനൽ ലേറ്റ് ആയി പോകും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുന്നതിൽ നിന്നും അത് പോവും. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം ഞാൻ പെർമനൻ്റ്ലി ഈ ഒരു ചാനലിൽ വീഡിയോ ഇടാതിരിക്കുകയല്ല. നമുക്ക് ഈ ഒരു വരുന്ന സ്ട്രൈക്ക് ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ ചാനലിൽ 2 സ്ട്രൈക്ക് കിടപ്പുണ്ട്. ആ 2 സ്ട്രൈക്ക് ഡിലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം എടുക്കും. ഓട്ടോമാറ്റിക്കലി ആ സ്ട്രൈക്ക് ഡിലീറ്റ് ആവും. അപ്പോൾ ഒരു 3 മാസം എടുക്കാനായിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങും. പക്ഷേ ഇപ്പം 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ മാത്രമേ സ്ട്രൈക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 മാസം കൂടി കഴിയുന്ന സമയത്ത് ആ സ്ട്രൈക്കും കൂടി ഡിലീറ്റ് ആയി പോകുമ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒരു സ്ട്രൈക്കും കാണില്ല. അപ്പം നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്.